കച്ചേരിക്കടവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്ക്. കച്ചേരിക്കടവിലെ നടുവിലെ കിഴക്കേതിൽ സുരിജ വിശ്വനാഥനാണ് പരിക്കേറ്റത്. കേരള കർണാടക വനാതിർത്തിയിൽ ബാരാപ്പോൾ പുഴക്കരയിൽ താമസിക്കുന്ന ഇവരുടെ വീട്ടുമുറ്റത്തെത്തിയാണ് കാട്ടാന ആക്രമിച്ചത്. കർണാടക ബ്രഹ്മഗിരി വനമേഖലയോട് ചേർന്നാണ് ഇവരുടെ വീട്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. ഈ സമയം ഭർത്താവ് സത്യനും അടുത്തുണ്ടായിരുന്നു. കാട്ടാന അവിടെ നിന്നും മാറിയ ഉടനെ കച്ചേരിക്കടവിലുള്ള ആളുകളെ സത്യൻ വിവരം അറിയിക്കുകയായിരുന്നു. നാട്ടുകാർ പുഴ നീന്തിക്കടന്ന് അപ്പുറം എത്തിയെങ്കിലും ആന ഉള്ളതിനാൽ അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് വാർഡ് മെമ്പർ ബിജോയ് പ്ലാത്തോട്ടത്തിന്റെ നേതൃത്വത്തിൽ മാക്കൂട്ടം വനത്തിലൂടെ ജീപ്പ് മാർഗം ഇവരെ ഇരിട്ടി സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വാരിയലിനാണ് പരിക്ക് പറ്റിയത്. വിവരമറിഞ്ഞ് അയ്യങ്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഐസക് ജോസഫ്, സജി മച്ചിത്താനി എന്നിവരും ആശുപത്രിയിലെത്തിയിരുന്നു. തുണി അലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മാത്രം കുളിച്ചോണ്ട് നിൽക്കുക. അപ്പോൾ ആന വന്ന് കക്കൂസിൻ്റെ പുറകു ഭാഗം കൊണ്ട് ഭയങ്കര ഒച്ച ഉണ്ടാക്കുന്നതിനായിട്ട് അന്നേരത്തിന് പട്ടി അടിച്ചിരുന്നു. പട്ടിയെ ഓടിച്ച് വന്നതാണ്. ആ വന്നവരിൽ ഇവള് പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുകയും ചെയ്യാം. അന്നേരത്തേനും ഓടിച്ച് തട്ടിയ ഉരുട്ടി. അതുകൊണ്ട് കുത്തൊന്നും ഞാൻ അന്നേരത്തിന് ഇതെല്ലാം സംഭവം അടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്ന സംഭവം. 4-5 മണിയോടുകൂടി ആന നമ്മുടെ മുടിക്കയം ടൗണിന് ഭാഗത്ത് ആന ഉണ്ടായിരുന്നു. ഒരു ഒറ്റ കൊമ്പനായിരുന്നു, കൊമ്പൊക്കെ ഉള്ളത്. അപ്പോൾ ആൾക്കാരെല്ലാം ഒച്ചയിട്ടപ്പോൾ അത് പുഴ മുറിച്ച് കിടന്ന് അക്കരയ്ക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഒരു 15 മിനിറ്റ് ഞാൻ കടയിൽ വന്നപ്പോഴത്തേക്കിന് അവിടുന്ന് ഇക്കരെയുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞു അക്കരയിൽ നിന്ന് ഈ സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. പക്ഷെ ആർക്കും അക്കരയ്ക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ പുഴ വെള്ളമാണ്. അപ്പം ഒരു 3-4 ചെറുപ്പക്കാർ പെട്ടെന്ന് പുഴ നീന്താൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. നമ്മൾ ജീപ്പ് എടുത്തിട്ട് വേഗം മാക്കൂട്ടം വഴി വന്ന്, അപ്പം മാക്കൂട്ടത്ത് ചെക്ക് പോസ്റ്റിംഗ് വരുമ്പോൾ ഫോറസ്റ്റുകാർ പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവർ ചെന്നിട്ട് ആന ഓടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞ് തോക്കെടുത്തിട്ട് വണ്ടിയെ കയറാൻ പറഞ്ഞ് അവരെ 3 ഫോറസ്റ്റുകാർ തോക്ക് ഉൾപ്പെടെ കയറി ഞങ്ങൾ 3 പേരും കൂടെ അതിലെ പോയി അവിടെ പോയി ഈ പേഷ്യൻ്റെ അടുത്ത് ചെന്ന് അവിടെ ചെന്നവരെ കസേരയിലെടുത്ത് തിരിച്ച് ജീപ്പേ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു.